സത്യം പറഞ്ഞാൽ ഈ ചികിത്സയ്ക്ക് മുമ്പൊക്കെ വരെ എൻ്റെ ഒരു കുടുംബജീവിതമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെ എനിക്ക് വളരെ ബുദ്ധിമുട്ടായി. ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കണമെന്നൊക്കെ തോന്നിയ ഒരു മാനസികമായ ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഞാനിവിടെ വരുന്നത്. ഈ കേസ് ഒരു തൊറാസിക് മൈലോപ്പതി കേസാണ്. മൈലോപ്പതി എന്ന് പറയുമ്പോൾ സ്പൈനൽ കോഡ് ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ള ഒരു കേസാണ്. നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് സർജിക്കലി ആണ് അത് കറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സർജറി ചെയ്ത് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ പെടലി വേദനയും നടുവേദനയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ട് ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ഒരു 2 ആഴ്ചത്തോളം സാർ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് വരുമ്പോൾ ഏകദേശം ഒട്ടും ഭയങ്കര സ്റ്റിഫ്നെസ് നെക്കിനും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നടുവിനും പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ സാധാരണഗതി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ള ഒരാൾ രണ്ടാമതൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ഒരു സെക്കൻഡ് ചാൻസ് ആരും ഒന്നും എടുക്കാറില്ല. പക്ഷേ ഈ പേഷ്യൻ്റ് ഒരു സെക്കൻഡ് ചാൻസ് ഒന്ന് എടുത്തു നോക്കാമെന്ന് ശ്രമിച്ചിട്ടാണ് എൻ്റെ ക്ലിനിക്കിലോട്ട് വന്നത്. കൂടുതൽ വിശേഷം നമുക്ക് ഇക്കയോട് ചോദിച്ച് മനസ്സിലാക്കാം. സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുമായിട്ടാണ് ഇവിടെ വരുന്നത്? എനിക്ക് സർജറിക്ക് ശേഷം ഒരു 3 മാസത്തിന് ശേഷം എനിക്ക് പെടലി ഒട്ടും ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്. പിന്നെ അത് കഴിഞ്ഞ് രാത്രി നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ. അങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ വഴിയാണ് സാറിൻ്റെ ക്ലിനിക്കിനെക്കുറിച്ച് അറിയുന്നത്. ഞാൻ ഒരുപാട് പുറത്ത് തിരക്കിയപ്പോഴും മർമ്മ ചികിത്സയെക്കുറിച്ച് തെറ്റായ അഭിപ്രായങ്ങളാണ് എന്നോട് പറഞ്ഞതെല്ലാം. പക്ഷേ ഞാനിവിടെ വന്ന് എനിക്ക് അതിൻ്റെ അനുഭവങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് ഞാൻ മറ്റുള്ളവരോട് പറയാൻ തുടങ്ങി. എനിക്ക് നല്ലൊരു മാറ്റമാണ്. സത്യം പറഞ്ഞാൽ ഈ ചികിത്സയ്ക്ക് മുമ്പൊക്കെ വരെ എൻ്റെ ഒരു കുടുംബജീവിതമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെ എനിക്ക് വളരെ ബുദ്ധിമുട്ടായി. ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കണമെന്നൊക്കെ തോന്നിയ ഒരു മാനസികമായ ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഞാനിവിടെ വരുന്നത്. എനിക്ക് കഴുത്തൊട്ടും തിരിക്കാൻ പറ്റാത്ത, ജോലി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ 2 മക്കളുമായിട്ട് ഞാൻ അങ്ങനെ എൻ്റെ ജീവിതം മുമ്പോട്ട് പോകും എന്നുള്ളൊരു പ്രയാസത്തിലിരിക്കുന്ന സമയത്താണ് സാറിനെ വന്ന് കാണുന്നതും സാറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതും. പക്ഷേ അതിനുശേഷം എനിക്ക് നല്ലൊരു ആശ്വാസം ഉണ്ടായി. ഇക്ക ഇവിടെ വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, ചിക്കൻ സ്റ്റാൾ നടത്തുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും എനിക്കത് അടച്ചിടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അപ്പോൾ അതില്ലാത്ത വിധത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി തരാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഏകദേശം 3 മാസത്തോളം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഈ റിവ്യൂ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടെ ഒന്ന് ചോദിച്ചു നോക്കാം, അപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പോൾ എനിക്ക് നല്ല ആശ്വാസമുണ്ട്. അതുകൊണ്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ സന്തോഷമായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഓക്കെ, താങ്ക് യു അക്ക. ഈ പേഷ്യൻറ്റിനെ നോക്കുകയാണെങ്കിൽ ഓൾറെഡി സർജറി കഴിഞ്ഞതിന് ശേഷം നടുവേദനയും പെടലിവേദനയൊക്കെ ഉണ്ടായിട്ട് ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 14 ദിവസത്തോളം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരു കുറവും ഉണ്ടായില്ല. പക്ഷേ നോർമൽ ഗതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊരാളും ഒരു സെക്കൻഡ് ചാൻസ് എടുക്കാൻ നിൽക്കില്ല. അതിൽ ആ ഒരു ശാസ്ത്രത്തിൽ ഇനി ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്ന് വിധി എഴുതുകയാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല. പ്രൊഫഷണലി ക്വാളിഫൈഡ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടർമാരുടെ കീഴിൽ സെക്കൻഡ് ചാൻസ് എടുക്കുന്നതിൽ ഒരു തെറ്റും തന്നെ ഇല്ല.